കുറെ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടെന്നറിയാം. ഇന്നിപ്പോ ലാലേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഏഷ്യനെറ്റ് ഒരു പുതിയ പ്രോമോ പുറത്തു വിട്ടിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. 8 വരാൻ പോവുകയാണ്. 8ന്റെ പണി എന്നുള്ളതൊന്നും അല്ലെന്ന് തോന്നുന്നു ടാഗ് ലൈൻ. അതിന്റെ ലോഗോ അവർ ഒഫീഷ്യലായിട്ട് ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രോമോ കോമണേഴ്സിനായിട്ടുള്ള ഒരു അഗ്നി പരീക്ഷ. ഈ അഗ്നിപരീക്ഷ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഇതൊരു മത്സരവേദി തന്നെയാണ്. ഇതൊരു ഓഡിഷൻ റൗണ്ട് പോലൊരു സംഭവം ഇവര് തന്നെ ഒരുക്കുന്ന ഒരു പ്രിലിമിനറി പ്രോസസ്സാണ്. ഇതിൽ ജയിച്ച് കയറുന്നവർക്കായിരിക്കും മെയിൻ ഷോയിൽ അവസരം ലഭിക്കുക. അതായത് സീസൺ 8 ഡയറക്റ്റ് ആയിട്ട് അവസരം ലഭിക്കുന്നത് ഇതിൽ ജയിക്കുന്നവർക്കായിരിക്കും. അപ്പൊ അതാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. ബിഗ് ബോസ് തെലുഗു അതിൽ നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം. അത് നമ്മുടെ മലയാളത്തിലേക്കും വരാനായിട്ട് പോവുകയാണ്. എനിക്കൊന്ന് ജൂലൈയിലോ ഓഗസ്റ്റിലോ മറ്റോ ആണ് തുടങ്ങുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ഒരു ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഉണ്ടാവും. അതില് കോമണേഴ്സ് ആയിരിക്കും പങ്കെടുക്കുക. അതെ, ലാലേട്ടൻ ആ ഒരു സംഭവം റിവീൽ ചെയ്യുന്നുണ്ട്. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാനും ഒരു സാധാരണക്കാരനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സീസണിൽ, അതായത് ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റ് സീസണുകളിൽ വന്നിട്ടുള്ളത് പോലെ തന്നെ കോമണേഴ്സ് ഉണ്ടാവും. ഇത്തവണ കുറച്ച് കൂടുതലും കോമണേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 4-5 പേരോളം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെന്തായാലും വളരെ നല്ല കാര്യമാണ്. അങ്ങനെ കോമണേഴ്സ് വരട്ടെ. കോമണേഴ്സ് വന്ന് അവരൊരു ഫാൻ ബേസ് ഉണ്ടാക്കി, സപ്പോർട്ട് ഉണ്ടാക്കി ഈ ഷോ കളിച്ച് ജയിക്കട്ടെ. അതാണ് അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഹൈ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. കാരണം സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ വന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് മുമ്പുള്ള ഫെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോമണേഴ്സ് വരുമ്പോഴാണ് നമുക്കൊന്ന് ശരിക്കും ഈ ഷോയുടെ റീച്ച് എന്തുമാത്രം ഉണ്ട്, ഈ ഷോ എന്ത് വലിയൊരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമുക്കറിയാം സീസൺ 7 ഒരു കോമണർ വന്ന തരംഗം സൃഷ്ടിച്ചിട്ട് പോയതാണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഈ ഒരു ഷോയുടെ ഒരു റീച്ച്, ഇത് കൊടുക്കുന്ന ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാനായിട്ട് പറ്റും. കോമണേഴ്സ് വരണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലൂടെ ഒരുപാട് കോമണേഴ്സ് വരികയും അവര് മെയിൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വിജയിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം പ്രമാണിച്ച് ഈ ഒരു അപ്ഡേറ്റ് ഇവര് പുറത്തു വിട്ടിരിക്കുകയാണ്. കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇതെന്തായാലും ഇന്ന് ഫൈനലി അവര് പുറത്തു വിട്ടിരിക്കുകയാണ്. ഇത് സാധാരണ ലോഗോ റിവീലൊക്കെ വേറെ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ ഈ ഒരു കോമണർ പ്രോമോയുടെ കൂടെ തന്നെ, അതായത് ഈ ഒരു അഗ്നിപരീക്ഷ പ്രോമോയുടെ കൂടെ തന്നെ സീസൺ 8ന്റെ ലോഗോയും റിവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ മിക്കവാറും ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ എന്നുള്ള രീതിയിലായിരിക്കും അത് നടക്കുക. അപ്പോൾ എന്തായാലും ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. തകർക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.